MTF എല്ലാവരും എന്നെ ചോദിക്കുന്നത് എന്ത് വെച്ചാൽ MTF വെച്ചാൽ എന്തെന്ന് ചോദിക്കുന്നുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. അത് മാത്രമല്ല MTF എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടായി എന്നുള്ളതും പറയാൻ പോകുന്നുണ്ട്. അതിന് നമ്മൾ 5 വർഷത്തിന് മുന്നേ ടൈം ട്രാവൽ ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ കൊറോണ സമയത്താണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രജിത് R എന്നായിരുന്നു അതിന്റെ പേര്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് ഇട്ടു. അതിനുശേഷം പ്രജിത് ഗർഗോ എന്ന് മാറ്റി. അവൻ മാറ്റിയിട്ട് ഞാൻ ഷോർട്സ് ആയിട്ട് മിസ്റ്റർ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് ഒരു 500 വീഡിയോസ് പോസ്റ്റ് ചെയ്തു. 500 വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ട് എത്ര സബ്സ്ക്രൈബ് എന്നറിയോ? 300 സബ്സ്ക്രൈബറാണ് 500 വീഡിയോസിനെ പോസ്റ്റ് ചെയ്ത് എനിക്ക് ഉണ്ടായിരുന്നത് വന്നത്. സോ ഇപ്പോഴും വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്, പക്ഷെ അതെല്ലാം പ്രൈവറ്റ് ആണെന്ന് മാത്രം. അതിനുശേഷം ഒരു 6 മാസം ഫുൾ ഡിപ്രഷനായി. അറിയാലോ, ഫുൾ ഡിപ്രഷനായിട്ട് ഞാൻ ഫുള്ളായിട്ട് വിട്ടു. പിന്നെ ഒരു 6 മാസം ഒന്നും തന്നെ നോക്കിയില്ല. അതിനുശേഷം പുതിയതായിട്ട് റീസ്റ്റാർട്ട് ചെയ്യാലോ എന്ന് തോന്നി ഫസ്റ്റ് തൊട്ട്. അതിനുശേഷം ആരും വെക്കാത്തൊരു പേര് വെക്കണം എന്ന് പറഞ്ഞിട്ട് നല്ലോണം സെർച്ച് ചെയ്തിട്ട് മിസ്റ്റീരിയസ് തണ്ടർ എന്ന് വെച്ചു. പിന്നെ അത് മിസ്റ്റീരിയസ് തണ്ടർ എന്ന് പറയുന്നത് കുറച്ച് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായി എന്ന് പറയുന്നുണ്ട്. മിസ്റ്റീരിയസ് എമ്മും തണ്ടറത്തെ ടിയും പിന്നെ F ഫാമിലി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫാമിലി ആണോ അങ്ങനെ ഫാമിലി എന്ന് പറഞ്ഞിട്ട് M ഫോർ മിസ്റ്റീരിയസ്, T ഫോർ തണ്ടർ, പിന്നെ F ഫാമിലി ആയിട്ട് MTF എന്ന് വെച്ചു. സോ ഇത് അങ്ങനെയാണ് MTF എന്ന് പറയുന്നത് ഉണ്ടായത്. പിന്നെ ആരാണ് MTF വെച്ചാല് ഈ വീഡിയോ കാണുന്നത് നിങ്ങളും വീഡിയോ ചെയ്യുന്ന ഞാനുമാണ് MTF എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു 4800 MTF ഫാമിലി ഉണ്ട്. ഒരു 5K വരാനായി. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഏട്ടനെ, നിങ്ങളുടെ അനിയനെ, നിങ്ങളുടെ ഫ്രണ്ട് എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ എന്തായാലും 100% എന്റർടൈൻമെന്റ് ചെയ്യാനുള്ള വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. സോ കീപ് സപ്പോർട്ടിങ്.